സഹൃദയരെ, അടുത്ത ഒരു ബെല്ലോടുകൂടി റിഥം തിയേറ്റേഴ്സ് ചലനം അവതരിപ്പിക്കുന്ന നാടകം ആരംഭിക്കുന്നു. ദാഹം. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അത് മലിനമായൊരു ഭൂമിയും. മലിനമായ ജലാശയം, അത് മലിനമായൊരു ഭൂമിയും. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? നാടകത്തെക്കുറിച്ച് രണ്ടു വാക്ക്. ഈ പരിഷ്കൃത സമൂഹത്തിൽ ജീവന്റെ നിലനിൽപ്പിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഭൂമിയുടെ വരദാനമായ ജീവജലം പോലും മനുഷ്യർ ചൂഷണം ചെയ്യുന്നു. ഈ നാടകത്തിന്റെ പ്രമേയം ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങളെ പ്രകൃതി ചൂഷണത്തിനെതിരെ ചിന്തിപ്പിക്കും എന്ന പ്രതീക്ഷയോടെ ചലനം റിഥം തിയേറ്റേഴ്സിന്റെ നാടകം ആരംഭിക്കുന്നു. നാടകരചന ശ്രീ കുമരകം രവി, സംവിധാനം റൂബി മേഖല. ദാഹം. മനസ്സ് ദാഹിക്കുന്നത് കൊണ്ടാ ചാത്തുകുട്ടി കുടിക്കണം. സത്യങ്ങൾ ഫ്ലുവൻ്റായിട്ട് പറയാൻ നിന്റെ മനസ്സ് ദാഹിക്കുന്നത് കൊണ്ടാ ചാത്തുകുട്ടി കുടിക്കണം. ഇത് കണ്ടോ, ഉമംഗലത്തെ പ്രശാന്ത് ഇടിച്ചതാ. ഇത് കണ്ടോ, പഴുകുന്നാല പ്രദീപ് കല്ലെടുത്ത് കുത്തിയതാ. വഴിയോരത്ത് കെട്ടിയിട്ടിരിക്കുന്ന ചെണ്ട പോലെ ഞാൻ ഈ നാട്ടുകാരുടെ മുഴുവനും തല്ലുകൊള്ളുന്നത് എനക്ക് വേണ്ടിയല്ല, നിങ്ങക്ക് വേണ്ടിയാ. അത് മനസ്സിലാക്കിയാ മതി എല്ലാരും. ചാത്തുട്ടിയോ, അവനോട് പോയി പണി നോക്കാൻ പറയുന്നേ. ഇന്നാൾ കിട്ടിയാൽ ചൂടൊന്നും പോയി കാണില്ല. ഇനി അവൻ തലയൊന്നും പൊക്കൂലാണ്. നീ ഇങ്ങോട്ട് തല്ലി ചതച്ചിട്ട് പാട്ടുപാടി രസിച്ച് നടക്കുവല്ലടാ കഴിവരുടെ മക്കളെ. നീ ഒന്ന് വെറുതെ വിടുന്ന കരുതല്ലടാ നാറികളെ. നീ പകരം ചോദിക്കാൻ നിൽക്കുവോ? ഞാൻ കത്തി കാണാ. നിന്നോടൊക്കെ പകരം ചോദിക്കാൻ നിന്ന ഞാൻ നാറൂടാ. അതുകൊണ്ടല്ലേ പട്ടീനെ തള്ളണ പോലെ തല്ലിയിട്ടും അക്ഷരവും മിണ്ടാതെ ഞാൻ നിന്ന് തന്നെ. തിരിച്ച് തള്ളേണ്ടത് ആരെയാന്ന് ചാത്തുകുട്ടിക്കറിയാം. തിരിച്ച് തല്ലാനല്ല, തിരിച്ച് വെട്ടാനാ ചാത്തുകുട്ടി നിൽക്കണേ. ചാത്തുകുട്ടി നിനക്കിപ്പോ എന്താ വേണ്ട? ചാത്തുകുട്ടി എന്താ നിന്റെ പ്രശ്നം? എനിക്ക് ദാഹിക്കുന്നു. ഈ കിണറ്റിന്റെ വെള്ളം മുഴുവനും മോത്തി കുടിക്കുവാനുള്ളതാണ്. അത് തന്നെയാ എന്റെ പ്രശ്നം. അനങ്ങി പോകരുത്. ഒരടി ഇവിടുന്ന് ആരെങ്കിലും അടിക്കുക, ഞാൻ ഈ കിണറ്റിലേക്ക് ചാടും. കള്ളു കുടിച്ച് അവിടെ കിടന്ന് ആടിയ ആ കിണറ്റിൽ വീഴും. ആളുകൾ കുടിക്കണ വെള്ളം അത്. കള്ളു കുടിച്ച പള്ള കിടക്കണം. ഉണ്ടാതെ കുത്തിരിക്കണം അവിടെ. കുട്ടിക്ക് ഭ്രാന്ത. അല്പം ഭ്രാന്തുണ്ടെങ്കിലേ പേര് കാണാനോ. നേരെ കണ്ടു.
പറ്റൂല. അതുകൊണ്ട് നീ അവിടെ കിടന്ന് സർക്കസ് കാണിക്കാൻ ഇങ്ങോട്ട് ഇറങ്ങിയേ. ചാത്തുക്കുട്ടിയെ, എന്താടാ നിന്റെ പ്രശ്നം? എന്റെ അമ്മാവനാ. അത്തക്കുട്ടിയുടെ അച്ഛനും അമ്മയും ചത്ത പിന്നെ അത്തക്കുട്ടിയുടെ അച്ഛനും അമ്മയും എല്ലാം എന്റെ അമ്മാവനാ. എന്ത് ചെയ്യാനാ അമ്മാവ? അത്തക്കുട്ടി ഒരു കുടിയനായി പോയി. ക്ഷമിക്കെന്റെ അമ്മാവ. അമ്മാവ ഇവനെ പിടിച്ച പുറേ കൊണ്ട് കിടത്താൻ നോക്ക്. എനിക്ക് അങ്ങോട്ട് ഇറങ്ങി വരാൻ കൂടിയാ കൂട്ടൂലെന്റെ കുട്ടികളെ. ചാത്തുക്കുട്ടിയെ, നീ ആ കിണറ്റിന്റെ വകയിൽ അങ്ങനെ കുടി ചാടി നിൽക്കാതെ ഇങ്ങോട്ട് ഇറങ്ങി വാ മോനെ. നിന്റെ ആ നിൽപ്പ് കാണുമ്പോ എനിക്ക് പേടിയാവുന്നു. നിന്റെ അച്ഛൻ ചത്തത് എങ്ങനെയെന്ന് ഓർമ്മയുണ്ടോ നിനക്ക്? കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട്. എന്റെ അച്ഛൻ ഇന്നേക്കാ വലിയൊരു കുടിയനായിരുന്നു. ഒരു ദിവസം എന്റെ അച്ഛൻ കുടിച്ചാടി ഇങ്ങനെ വരുമ്പോ ഈ കിണറിന്റെ മേലെ കിടക്കണം തോന്നും. അച്ഛൻ ഈ കിണറിന്റെ മേലെ കയറിയാൻ കിടന്നു. ഉറക്കത്തിൽ അപ്പോഴോ അച്ഛൻ ഈ കിണറ്റിൽ വീണ ചത്തുപോയി. അമ്മാവൻ പറഞ്ഞെന്ന് കഥയാ. ചാത്തൂട്ടിയെ, തെറ്റി. അമ്മാവന് തെറ്റി. ഉറക്കത്തിൽ അപ്പോഴോ അച്ഛൻ തൊണ്ട വരണ്ട് ദാഹിച്ചു. ഈ കിണറ്റിലെ വെള്ളം മുഴുവനും പോത്തി കുടിക്കുവാനുള്ളതാ. അച്ഛൻ ആ കിണറ്റിലേക്ക് ചാഞ്ഞ് കിടന്നു. വെള്ളം പോത്തി പോത്തി. എനിക്ക് നിന്റെ കളി കാണുമ്പോ നിന്റെ അച്ഛനാണ് ഓർമ്മ വരുന്നത്. ഞാൻ പറയുന്നത് കേട്ട് ഇങ്ങിറങ്ങി വാ മോനെ. അമ്മാവ, എന്റെ അമ്മ മരിച്ചത് എങ്ങനെയാ അമ്മാവ? അത് കിണറ്റിന്റെ പടിയുമ്പേ കിടന്നല്ലേ. ആ കഥ കൂടി ഒന്നങ്ങോട്ട് പറഞ്ഞു കൊടുക്കാമാവ. ഈ പാതിരായിക്ക് എന്തിനാടാ ഈ കഥയൊക്കെ നിന്നോട് ഞാൻ പറയുന്നത്? വേണം അമ്മാവ, എങ്കിലേ ഈ കിണറിന്റെ വില ഇവര് മനസ്സിലാവും. എന്റെ അച്ഛനും അമ്മയും മരിക്കാൻ നേരം വെള്ളം കുടിച്ച കിണറായിരുന്നു. നിന്റെ കപ്പിയും കയറും കാണുന്നില്ല. അതെടുത്തുകൊണ്ട് പോയത് ആരാന്നറിയാൻ ആ ചാത്തുക്കുട്ടി ഇവിടെ കിടന്ന് കലി നുള്ളുന്നത്. വിളിക്കടാ, ഈ നാട്ടുകാരെ മുഴുവനും വിളിക്കടാ. എനിക്കറിയണം ഈ കിണറിന്റെ കപ്പിയും കയറും എടുത്തോണ്ട് പോയത് ആരാ. അതറിയാണ്ട് ചാത്തുക്കുട്ടി ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. ഒരുത്തരെ പോകാനും സമ്മതിക്കത്തില്ല. ഒരു കപ്പി കാര്യം കാണാത്തനാണോ നീ നാടകം കളിക്കുന്നത്? ചേടാ, ഇതാണോ ഇത്ര വലിയ കാര്യം? അവന്റെ ഒരു കപ്പിയും കയറും ഇറങ്ങി പോടാ. കപ്പിയും കയറും വലിയ കാര്യം തന്നെയാടാ. ഭൂമിക്കടിയിൽ കിടക്കുന്ന വെള്ളം നിന്റെയൊക്കെ അണ്ണാക്കിലേക്ക് എത്തണമെങ്കിൽ കപ്പിയും കയറും തന്നെ വേണടാ. ആദ്യം കപ്പിയും കയറി കിട്ടാതെ ചാത്തുക്കുട്ടി ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. ഒരുത്തിനെ പോകാനും സമ്മതിക്കൂലടാ. എന്താ ചാത്തുക്കുട്ടിയുടെ പ്രശ്നം? ചന്ദ്രേട്ടൻ വരുന്നുണ്ട്. ഇനിയിപ്പോ കാര്യങ്ങൾക്ക് ഒരു തീരുമാനമായി. ചാത്തുക്കുട്ടിയെ, ഈ കോളനിയിൽ പെണ്ണുങ്ങളും പിള്ളേരുള്ളതാ. നിന്റെ പേക്കുത്തി ഇവിടെ വേണ്ട കേട്ടോ. വീട്ടിൽ പോടാ. ഞങ്ങൾ കൊറേ പറഞ്ഞു ചന്ദ്രേട്ടാ, കേക്കണ്ടേ? ഒരു കപ്പിയും കാര്യം കാണാത്തന്നെ ഇവന് ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നത്. നിങ്ങൾ വെക്കോ, ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. എടാ ചാത്തുക്കുട്ടി, നിന്നോട് ഞാനാ വന്ന് വീട്ടിൽ പോകാൻ. ഈ കപ്പിന്റെ കിണറിന്റെ കപ്പി കയറി കിട്ടാതെ ചാത്തുക്കുട്ടി പോകുന്ന പ്രശ്നമില്ല. അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. നിന്നോട് പോകാൻ പറഞ്ഞ അല്ലെങ്കിൽ ഈ പട്ടിയെ അടിച്ച് തല്ലിക്കോളാം. വെട്ടുവോളം തല്ലിക്കോ. നിങ്ങൾക്കറിയോ അത്തക്കുട്ടി എന്തിനാ ഇവിടെ കിടന്ന് തല്ലുകൊള്ളുന്നത്? നമ്മുടെ എല്ലാമായി കിണറിന്റെ കപ്പയെ കയറി കാണുന്നില്ല. ഇനി മുതൽ നമ്മുടെ കിണറിൽ നിന്ന് നമുക്ക് വെള്ളം എടുക്കാൻ പറ്റത്തില്ല. നമ്മുടെ കിണർ അതവര് വിറ്റ്. ആര് വിറ്റുന്ന്? നീ എന്ത് തോന്നിവാസാ പറയുന്നേ? ഉമാലി ഇട്ട് നമ്മൾ പറഞ്ഞു വിട്ടില്ലേ? അധികാര കസേരയിൽ എത്തിയപ്പോ അവര് നമ്മളെ മറന്ന് നമ്മുടെ കുടിവെള്ളം നമ്മളറിയാതെ അവര് വിറ്റ്. ഇവൻ എന്തൊക്കെയാ ഈ പറയുന്നേ?
പക്ഷേ അത്തക്കുട്ടി എല്ലാം കാണും. അത്തക്കുട്ടിക്ക് ഒന്നും കാണാണ്ടിരിക്കാൻ പറ്റൂല. ഭൂമിയിലെ ചോരയാ വെള്ളം. അത് ഊറ്റി വിൽക്കാൻ ആർക്കാണ് ഇവിടെ അവകാശം? എന്റെയൊക്കെ അമ്മയുടെ ചോര നീരും നീയൊക്കെ വിൽക്കുവാനാ? പക്ഷെങ്കില് ഒരു ദിവസം നിങ്ങൾ ഇതുപോലെ തല്ലുകൊള്ളുമ്പോ അതിന്റെ വേദന എന്തെന്നറിയും. പോടാ പോകാൻ. ലൈമാൻ ചന്ദ്ര, നീ വലിയ ലൈമാനായി പോസ്റ്റിന്മേക്കാരൻ നടന്നോടാ. നിന്നെ ഓടി വിൽക്കൂടാ. നിന്നെ മാത്രല്ലടാ, നിന്റെ ഓളില്ലടാ ടെലിഫോൺസിൽ ജോലിയുള്ള വാസന്തി വാസന്തി, അവളെ ഓടി വിൽക്കൂടാ. കുറച്ചു നേരമായി നിങ്ങൾ അവളെ തല്ലുന്നു. അവൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ നിങ്ങൾ എന്നെ തല്ലിക്കോ. കളവനെ കൊണ്ട് മാറ്റും. ചാത്തക്കുട്ടിയെ, എന്തിനാണ് നീ ഇങ്ങനെ പട്ടിയെ പോലെ തല്ലുകൊള്ളുന്നത്? അമ്മാവൻ എന്തിനാ അമ്മാവ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ഇനി എല്ലാവരും കൂടി കൂട്ടം കൂടി തല്ലണത് ഞാനങ്ങ് കോലായിലിരുന്ന് കാണുക. നെഞ്ചു പൊട്ടിപ്പോയി എന്റെ കുട്ടിയെ, നെഞ്ചു പൊട്ടിപ്പോയി. അമ്മാവ, എനിക്കിപ്പോ വല്ലാത്ത ഒരു പേടിയാ. പ്രിയമുള്ളതെല്ലാം ആരൊക്കെയോ ചേർന്ന് തട്ടിയെടുക്കുവാന്നൊരു പേടി. ഇഷ്ടമുള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോകുമോന്നൊരു പേടി. നീ പറയണതൊന്നും എനിക്കങ്ങ് മനസ്സിലാണല്ലോ കുട്ടിയെ. അമ്മാവൻ അറിയാലോ, എന്റെ അച്ഛനും അമ്മയും ചത്ത പിന്നെ എനിക്ക് ആകെയുള്ളത് ഈ ഒരു മരത്തണലായിരുന്നു തല ചായ്ക്കാനായി. കണ്ണീര് കഴുകി കളയാൻ ഈ കിണറ്റിലെ വെള്ളം അത് പോയി. വിട്ടുകൊടുക്കൂല, ചാത്തുകുട്ടീനെ വിട്ടുകൊടുക്കൂല. ഞാൻ ജീവൻ പോയാലും ഇത് ഞാൻ വിട്ടുകൊടുക്കൂല. നീ പറയണതൊന്നും എനിക്കങ്ങ് മനസ്സിലാണല്ലോ കുട്ടിയെ. വലിയ പൈപ്പുകൾ അമ്മ ഇഴഞ്ഞു പോകുന്നത് കാണുന്നില്ലേ? നമ്മുടെ കിണറ്റിലെ വെള്ളം ഒരു കുപ്പിയിലാക്കി നമുക്ക് വിൽക്കുക. കണ്ണു കാണുന്നില്ലെങ്കിലും ഈ പറയണത് എനിക്കങ്ങ് മനസ്സിലാണുണ്ട് കുട്ടിയെ. എന്റെ ഈശ്വര, എന്തൊരു അഹമ്മതിയാണിത്. നമ്മളെ കുടിനീര് വിൽക്കുക, അത് നമ്മള് കാശ് കൊടുത്ത് വാങ്ങുക. എന്തൊരു തോന്നിയാസം. വയസ്സായെങ്കിലും എന്റെ അമ്മാവനെങ്കിലും എന്നെ മനസ്സിലായോ? ദോഷായി അമ്മാവ. ഇത് പറഞ്ഞതിന് അമ്മാവ ആ ചന്ദ്രപ്പനും കൂട്ടനും എന്നെ തല്ലി ചച്ചത്. എടാ മനോജേ, പ്രദീപേ, കേറി വടാ ഇങ്ങോട്ട്. നേര് പറഞ്ഞവനാണോടാ നിങ്ങൾ എന്റെ കുട്ടിയെ തച്ചത്? നിന്റെ ഒക്കെ അച്ഛനും അമ്മയും ചകാൻ കിടക്കുമ്പോ ഒരു തുള്ളി വെള്ളം കാശ് കൊടുത്ത് വാങ്ങുമ്പോ നിനക്കൊക്കെ അതിന്റെ വേദന മനസ്സിലാവൂടാ. മോനെ, നീ വിഷമിക്കണ്ടടാ. ഞാൻ ചാകാൻ കിടക്കുമ്പോ ഒരു തുള്ളി വെള്ളം എന്റെ അണ്ണാക്ക് നനയ്ക്കാൻ കിട്ടിയില്ലെങ്കിലും ഞാൻ സങ്കടപ്പെടൂല. മനസ്സിലാവും, വെള്ളം വാങ്ങാൻ എന്റെ കുട്ടീന്റെ കീശെ കാശില്ലാഞ്ഞിട്ടാണ് ഞാൻ തൊണ്ട വരണ്ട് ചാണെന്ന്.
മോനെ വയ്യടാ, ഞാൻ പോവാ. പക്ഷേങ്കില് ഈ കിണറിന്റെ കപ്പിയും കയറും കിട്ടിയിട്ട് നീ എന്റെ പുരന്റെ പടി കയറാവൂ. വെള്ളത്തിന് ദാഹിക്കുന്നവർ നിന്റെ കൂടെ ഉണ്ടാവും. ആരൊക്കെ കൂട്ടം കൂടി തല്ലിയാലും കുത്തി കീറിയാലും നീ അനങ്ങരുത് ചാത്തൂട്ടി, നീ അനങ്ങരുത്. എന്താ മുനിയാണ്ടി, നീ മോന്തിയായിട്ട് ഈ അലക്കേട്ടുമായി ഇങ്ങനെ അലഞ്ഞ് നടക്കണേ? അലക്ക് കെട്ടുമായി അലഞ്ഞി നടക്കുക ചാത്തുട്ടിയെ. ഞാൻ അലക്കണം, ഈ വിഴുപ്പൊക്കെ അലക്കി വെളുപ്പിക്കണം. എന്നിട്ട് എന്താ നിന്റെ പുഴ വറ്റിപ്പോയോ? എന്തിനാ മുനിയാണ്ടി നീ ഇങ്ങനെ ചങ്കി പൊട്ടി കരയുന്നേ? എന്തിനാ ചാത്തൂട്ടി നമ്മുടെ പുഴയ്ക്ക് ചുറ്റും പോലീസുകാര് നിൽക്കണേ? നമ്മളും മുങ്ങാങ്കുഴിയിട്ട് നീന്തി കളിച്ച പുഴയില് നമുക്കിനി ഇറങ്ങാൻ പറ്റൂല എന്ന് ഓര് പറയുന്നത് എന്തിനാ? എന്റെ അച്ഛനും അമ്മയും വിഴുപ്പലക്കി വെളുപ്പിച്ച പുഴയില് ഈ മുനിയാണ്ടിക്ക് ഇനി ഇറങ്ങാൻ പറ്റൂല എന്ന് ഓര് പറയുന്നത് എന്തിനാ? ഞാനിനി എവിടെ കൊണ്ടുപോയാ ഈ വിഴുപ്പൊക്കെ അലക്കി വെളുപ്പിക്കുക? അറിയാവുന്ന കുലത്തൊഴിൽ ചെയ്ത് ജീവിക്കാൻ പറ്റൂല എന്ന് വെച്ചാൽ ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യുക? എന്തിനാ ചിരിക്കണേ? ഒരു ചിരി പോലും ഏനിപ്പം പേടിയാ. ചിരിച്ചുകൊണ്ടാ പോലീസുകാരെ എന്നോട് പറഞ്ഞത്, മുനിയാണ്ടി ഈ പൊയ്ക്കോ, ഇന്റെ പുഴ വറ്റിപ്പോയെന്ന്, അല്ല വിറ്റുപോയെന്ന്. ഞാൻ പൊട്ടി കരഞ്ഞു പോയി ചാത്തൂട്ടിയെ. ഏൻ പറഞ്ഞു ഏൻ ആ പുഴയിൽ കുളിക്കണം, അലക്കണം. ചെറുപ്പം മുതലേയുള്ള ശീലം, തൊഴില് ഇവ മാറ്റാൻ പറ്റൂലെന്ന്. അപ്പോ ഓരെന്നെ പിടിച്ചു തള്ളി പൂട്ടിട്ട കാലുകൊണ്ട് ഈ പുഴക്കരയിലൂടെ അവരെന്നെ തട്ടിക്കളിച്ചു. പിന്നെ ഓർ എന്നെ ഞാൻ ആ പുഴക്കരയിൽ കമിഴ്ന്ന് കിടന്ന് കരഞ്ഞു. ചാത്തോട്ടിയെ, എന്റെ പുഴ അന്യാധീനപ്പെട്ടു പോയല്ലോടാ. കരുതിക്കോ മുനിയാണ്ടി. ചാത്തോട്ടിയെ, എവിടെയാ തെറ്റ് പറ്റിയേ? ആർക്കാ തെറ്റ് പറ്റിയേ? നമുക്ക് തന്നെ ഉപാലയിട്ട് നമ്മൾ പറഞ്ഞു വിട്ടില്ലേ? അധികാര കസേരയെ കയറിയപ്പോ അവരിൽ നമ്മളെല്ലാം മറന്ന് നമ്മുടെ കുടിവെള്ളം നമ്മളറിയാതെ ഒരു വിറ്റടോ. ഏനൊന്നും കേക്കണ്ട, എന്റെ തൊണ്ട വരളണ്, ഏന് ദാഹിക്കണ്. ഞാൻ അല്പം വെള്ളം കുടിച്ചോട്ടെ. ചാത്തുട്ടിയെ, എവിടെ നമ്മുടെ കപ്പിയും കയറും? എന്റെ പുഴ വിറ്റതുപോലെ അവൻ എന്റെ കിണറും വിറ്റൂടോ.
ഞാറ് നട്ടില്ലെങ്കില് പിന്നെ ഈ കോരപ്പന് പണിയുണ്ടോ ചാച്ചുട്ടി? കോരപ്പന് പണിയില്ലെങ്കിൽ കോരപ്പൻ എങ്ങനെയാ ജീവിക്കണേ എന്റെ ചാച്ചുട്ടി? വലിയ വെള്ളച്ചെലവുള്ള കൃഷിയൊന്നും വേണ്ടെന്നാ അവര് പറയണേ. നമ്മുടെ അണക്കെട്ട് അവര് വിറ്റ് ഇവിടെ കനാലിലൂടെ ഇനി അവര് വെള്ളം വിടൂല. ഇതൊന്നും അറിയത്തില്ലേ കോരപ്പേട്ട? അറിയാൻ ചാച്ചുട്ടി, അറിയാം. അതല്ലേ ഞാൻ ഇങ്ങനെ ഊറി ഊറി ചിരിക്കുന്നത്. കർഷക തൊഴിലാളികളിൽ ചിലർ ആത്മഹത്യ ചെയ്തു, മറ്റു ചിലർ ഇന്ന് ആത്മഹത്യയുടെ വക്കിലും. വീട്ടുകാരെ കുറിച്ച് ഓർക്കുമ്പോൾ ചാത്തുട്ടി അതിന് പോലും മനസ്സ് തൊണ്ടൊക്കെ വരളുന്നു. രാവിലെ മുതലുള്ള അലച്ചിലല്ലേ. ഞാനൊരൽപ്പം വെള്ളം കുടിക്കട്ടെ. അല്ല ചാത്തുട്ടി, എവിടാ ഇതിന്റെ കപ്പിയും കാരും? പോയി കോരപ്പേട്ട, അതും പോയി. ദൈവമേ, ദാഹജലം പോലുമില്ല. കോരപ്പേട്ട, ഇപ്പം മനസ്സിലായോ ചാത്തുക്കുട്ടി എന്തിനാ ഇവിടെ കിടന്ന് കലി തുള്ളുന്നത്? ചുറ്റിലും വെള്ളമുണ്ടായിട്ടും അഹിച്ചു വലയുന്ന വേഴാമ്പലിനെ പോലെ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ജനങ്ങൾ അലഞ്ഞു തിരിയുന്ന കാലം വരാൻ പോവുക. തുപ്പലിറക്കി വെള്ളം ദാഹം മാറ്റാൻ പറ്റുമോ? നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ അവിടെ ഇരുന്നു, എനിക്ക് പറ്റൂല. അതുകൊണ്ട് തന്നെ ചാത്തക്കുട്ടിക്ക് ഈ കിണറിന്റെ കപ്പയും കയറും കിട്ടണം. നിങ്ങൾ ആരെങ്കിലും വരുമോ? ഈ കിണറിന്റെ കപ്പയും കയറും വീണ്ടെടുക്കാൻ എന്റെ കൂടെ ആരെങ്കിലും വരുമോ? വരുമോ എന്ന്? ഇത്രയൊക്കെ പറഞ്ഞിട്ടും മനുഷ്യന്മാർ തലയിൽ കയ്യും വെച്ചിരിക്കുക. ഒന്നും അറിയാത്തവരെ പോലെ പുരപ്പുറത്ത് കയറി കിടന്ന് ഉറങ്ങുക. ദൈവമേ, ഇനി ഞാൻ ആരോടാ ഇതൊക്കെയൊന്ന് പറയുക? മരിച്ചുപോയവരോട്, മരിച്ചുപോയവരെ നിങ്ങളെങ്കിലും ഒന്ന് വരുമോ? ജീവിച്ചിരിക്കുന്നവർ ശവങ്ങളെ പോലെയാ. അതുകൊണ്ടാ ഞാൻ നിങ്ങളെ വിളിക്കുന്നത്. വരുമോ? അടുത്ത കാറ്റടിക്കുമ്പോഴാ പ്രേതാത്മാക്കൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. അടുത്ത കാറ്റിന്റെ ചിറകിൽ തൂങ്ങി അവർ വരുന്നുണ്ട് ചാത്തക്കുട്ടിയുടെ വിളി കേൾക്കാൻ. ഈശ്വര, ആരാ വന്നിരിക്കുന്നത് കണ്ടില്ലേ? ദുഷ്ടാത്മാക്കളെയാണല്ലോ ദൈവം ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത്. വന്നിരിക്കുന്നവരെ കണ്ടോ? 20 വർഷം മുമ്പ് ചയം പിടിച്ച് മരിച്ച വല്യമ്പുരാൻ, എന്റെ അച്ഛനെ ചവിട്ടിക്കൊന്ന വല്യമ്പുരാൻ, കൊലയിൽ നടത്തി നാട് ഭരിച്ച നാടുവാഴിത്തമ്പുരാൻ ഇങ്ങ് വരട്ടെ. എന്നെങ്കിൽ വേണം എനിക്ക് ആ മുഖത്തൊന്ന് കാർക്കിച്ച് തുപ്പാൻ. പാപങ്ങൾ ഒരുപാട് ചെയ്തവനാണ്. ചെയ്തതൊക്കെയും ദുഷ്ടത്തരങ്ങൾ. മരിച്ച് മരവിച്ച് മണ്ണിനടിയിൽ കിടക്കുമ്പോഴാണ് മനസ്സിലായത് വെട്ടിപ്പിടിച്ചതും വാരിക്കൂട്ടിയതും എല്ലാം വെറുതെയായിരുന്നെന്ന്. പാപങ്ങൾ മാത്രം
അറിയാം. കാശ് കൊടുത്ത് വാങ്ങുന്ന വെള്ളം ഇന്നത്തെ പുതിയ ചില നാടുവാഴി തമ്പുരാക്കന്മാരെ അവരോട് ചിലത് പറയാൻ. സത്തുട്ടി, നീ പറഞ്ഞതിന്റെ ബാക്കി ഇനി ഞാൻ പറയാം. എല്ലാവരും കേൾക്കണം. കൊല്ലും കൊലയും നടത്തി നാട് ഭരിച്ച് നാടുവാഴി തമ്പുരാനായിരുന്നു നാം. പക്ഷേങ്കിൽ ഒന്നും ദാഹിക്കുന്നവർക്ക് ജലം നൽകിയും നമ്മുടെ ഈ ആൽത്തറയിൽ നമ്മുടെ സ്വന്തം ജലം മനുഷ്യർക്കും താൽക്കാലികർക്കും വരെ ജലം നൽകി. അതും സൗജന്യമായി. ഭൂമിയിലെ ജലം അതിലെ ജീവജാലങ്ങൾക്കുള്ളതാണ്, അല്ലാതെ അത് വിറ്റ് കാശാക്കാനുള്ളതല്ല. ഒരൊറ്റ ചക്കിലെ ദാഹം അതും മനസ്സിലാക്കാൻ അന്നത്തെ ദുഷ്ടന്മാരായിരുന്ന നാടുവാഴി തമ്പുരാക്കന്മാർക്ക് പോലും കഴിച്ചിരുന്നു. മതി തമ്പുരാനെ, മതി. തമ്പുരാന്റെ നാവിൽ നിന്ന് തന്നെ ഇതൊക്കെ കേൾക്കാൻ പറ്റിയല്ലോ. സന്തോഷായി. വരുന്നുണ്ട്. അടുത്ത കാറ്റിന്റെ ചിറകിൽ തൂങ്ങി മരിച്ചു പോയവർ ഇനിയും വരുന്നുണ്ട്. ജീവിച്ചിരിക്കുന്നവരുടെ ചങ്കിൽ കുത്തി ചോദ്യങ്ങൾ ചോദിക്കാൻ. മോനെ ചത്തുട്ടി, അച്ഛാ, എന്റെ അച്ഛൻ അച്ഛൻ വന്നുവല്ലോ അച്ഛാ. സന്തോഷായി അച്ഛാ. അത്തക്കുട്ടിക്ക് സന്തോഷായി. ചോദ്യങ്ങളുടെ പെരുങ്കടലായി എന്റെ മോൻ ഇവിടെ കിടന്ന് അലിയുമ്പോൾ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? ചാകാൻ നേരം ഞാനും നിന്റെ അമ്മയും വെള്ളം കുടിച്ച ഈ കിണറ്റിലെ വെള്ളം ആരൊക്കെയോ ചേർന്ന് തട്ടിയെടുത്തു എന്ന് കേൾക്കുമ്പോൾ എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല. എന്റെ മോൻ ദാഹിച്ചു മരിക്കുന്നത് എനിക്ക് സഹിക്കില്ല. വരുന്നുണ്ട്. മരിച്ചുപോയവർ ഇനിയും വരുന്നുണ്ട്. കേട്ടോ? പറഞ്ഞത് കേട്ടോ? ഇങ്ങനെയൊക്കെ ദാഹജലം ഇല്ലാതെയാകുമ്പോ മരിച്ചു പോയവർ തന്നെ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. എന്നിട്ടും നിങ്ങൾക്ക് നീ ഇറങ്ങി വരാൻ സമയമായില്ലേ? ആയില്ലേ? നഷ്ടം. നീ ശോഭിക്കേണ്ട ചാത്തുട്ടിയെ. അവരുടെയൊക്കെ തലച്ചോറിലെ അവസാന തുള്ളി വെള്ളം ഊറ്റിയെടുത്തു കഴിയുമ്പോൾ അവര് വന്നോളും. എല്ലാത്തിന്റെയും തുടക്കം ഈ വെള്ളത്തിൽ നിന്നാണെന്ന് ഞാൻ നിന്നെ പഠിപ്പിച്ചിട്ടില്ലേ? നീ വാ ചാത്തുട്ടി, നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. അതെ, എല്ലാത്തിന്റെയും തുടക്കം വെള്ളത്തിൽ നിന്ന് തന്നെയാ. അച്ഛാ, നമുക്ക് വെള്ളത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. നമുക്ക് തുടങ്ങാം. വെള്ളത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? ഈ നാടകത്തിലെ കഥാപാത്രങ്ങളെ, അവർക്ക് ജീവൻ നൽകിയവരെ ഞങ്ങൾ നിങ്ങൾക്കായി ഒന്ന് പരിചയപ്പെടുത്തുന്നു. ചാത്തക്കുട്ടി, റൂബി മേക്കര,
മനോജ്, സുനിൽ ജോസ്, പ്രദീപ്, ബിസ്പോൾ മണവാളൻ, ചന്ദ്രേട്ടൻ, വിനോദ് മാണി, അമ്മാവൻ, സണ്ണി ലൂക്കോസ്, മുനിയാണ്ടി, ഫ്രാങ്ക്ലിൻ ഫെർണാണ്ടസ്, കോരപ്പൻ, മാത്യു അമ്മായിക്കുന്ന്, തമ്പുരാൻ, ടോം ശങ്കൂരിക്കൻ, അച്ഛൻ മാത്യൂസ് ഇടിക്കുള, പശ്ചാത്തല സംഗീതം സിബി ജോസഫ്, രംഗപടം സന്തോഷ് ലൂക്കോസ്. പോലും